66 ഓടിക്കണ്. സിംഗിൾ ഓണർ വണ്ടിയാണ്. സിംഗിൾ ഓണർഷിപ്പ് ആണ്. എനിക്കോ ഇവിടെ നമ്പർ ആയി കഴിഞ്ഞാൽ രണ്ടാമത്തെ ഓണർഷിപ്പ് രണ്ടാമത്തതാവും. ഓക്കെ. ഇതിലെന്തെങ്കിലും റീപ്ലേസ് ഉണ്ടോ? ഇല്ല, ഇതിന് മെയിൻ ക്ലാസ് മുതൽ ഒന്നും റീപ്ലേസ്ഡ് അല്ല, ഒക്കെ കംപ്ലീറ്റ്ലി പക്കയാണ്. അതെ, ഒരു പ്രശ്നങ്ങളായിട്ട് എല്ലാം ഒറിജിനാലിറ്റി ആണ്. ഒരു റീപ്ലേസ് ഒന്നുമില്ല. മെയിൻ ക്ലാസ് പോലും റീപ്ലേസ് ഇല്ല. ആക്സിഡന്റ് ഹിസ്റ്ററി കാര്യങ്ങളൊന്നുമില്ല, ഒക്കെ പക്കയാണ്. ഇതിനും ഹിസ്റ്ററി അവൈലബിൾ ആണ്. അതെ, ഹിസ്റ്ററി അവൈലബിൾ. നമ്മുടെ കയ്യിൽ PDF കാര്യങ്ങളും ഉണ്ട്. നിങ്ങൾക്ക് ആവശ്യക്കാർക്ക് വേണമെങ്കിൽ PDF ആയിട്ട് അയച്ചു കൊടുക്കാം. ഇപ്പോ ടൊയോട്ടയുടെ ഷോറൂമിൽ കൊണ്ട് നിങ്ങൾക്ക് വണ്ടി ചെക്ക് ചെയ്യിപ്പിക്കാം. അങ്ങനെ ചെയ്തിട്ട് നിങ്ങൾ മൊത്തത്തിൽ നോക്കിയെടുക്കാം. ഇവിടെ ഉണ്ടല്ലേ? ഇവിടെ എടുത്ത് നമുക്ക് തൃശ്ശൂർ വരുന്നുണ്ട്, പട്ടാമ്പി ഉണ്ട്, കുന്നംകുളം ഉണ്ട്, തിരൂര് ഭാഗത്തൊക്കെ ആണെങ്കിൽ അവിടെ ഉണ്ട്. എല്ലായിടത്തും അവൈലബിൾ ആയി കാരണം. ഓക്കെ, അവിടെ കൊണ്ടുപോയി ചെക്ക് ചെയ്യാം. ചെക്ക് ചെയ്യിപ്പിക്കാം. അത്രയ്ക്ക് പക്ക വണ്ടികളാണല്ലേ? പക്ക വണ്ടികളാണ്. ഓക്കെ. ഇത് ഓട്ടോ എത്ര ഉണ്ടാവും? ഇത് 1.66 ഓട്ടോ ഉണ്ട്. ജെനുവിൻ ഓട്ടോ ആയിരിക്കും. കിലോമീറ്റർ ഒക്കെ ജെനുവിൻ ആണ്, അതിലൊന്നും വിഷയങ്ങളില്ല. പക്കാണ്. KL14 ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. കേരളം മുതൽ ഡൽഹി വരെയുള്ള വാഹനങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളെ കാണിച്ചിരുന്നത്. ഒരുപാട് റീവണ്ടികൾ, അതുകൂടാതെ കേരള വണ്ടികളും ചെറുവണ്ടികളൊക്കെ ഉണ്ട് ഒരുപാട്. പിന്നെ ഇന്നോവ ക്രിസ്റ്റ ഇവിടെ ഒരു 4-5 പീസ് ഉണ്ട്. ഒക്കെ തീ പോലത്തെ വാഹനങ്ങളാണ്. കറക്റ്റ് ജെനുവിൻ കിലോമീറ്റർ ഓടിയ ഹിസ്റ്ററി ഒക്കെ ഉള്ള വാഹനങ്ങളാണ് ഇവിടെ കൂടുതലും അവൈലബിൾ ആയിട്ടുള്ളത്. പിന്നെ ബെൻസിന്റെ വണ്ടികളുണ്ട്. പിന്നെ ഇവിടെ ആൾട്ടോ കാറിന്റെ പൈസക്ക് കുറെ പ്രീമിയം കാറൊക്കെ ഉണ്ട് കേട്ടോ. വീഡിയോ സ്കിപ്പ് ആക്കാണ്ട് നോക്കണേ. ഞാൻ ഇന്നുള്ളത് നമ്മുടെ എടപ്പാളിനും കുറ്റിപ്പുറത്തിനും ഇടയിലുള്ള ഓൺ ഡ്രൈവ് യൂസർ കാർ ഷോറൂമിലാണ്. ഇവിടെ ഞാനൊരു 6 മാസം മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം രണ്ടാമത്തെ വീഡിയോ ആണ് ഇപ്പൊ ചെയ്യുന്നത്. ഇവിടെ നമുക്ക് വണ്ടിയുടെ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാൻ ഇവിടുത്തെ മാനേജർ ഉണ്ട്, നമ്മുടെ ഹബീബ് റഹ്മാനാണ്. എത്ര വണ്ടികളുണ്ട് ഇവിടെ? ഇവിടെ ഇപ്പൊ ടോട്ടൽ ഇപ്പൊ നിലവിൽ 15 വണ്ടികളുള്ളൂ. വണ്ടികളൊക്കെ ഉണ്ടായിരുന്നു, ഫില്ലായിരുന്നു. ഇപ്പൊ കുറെ സെയിലായി, കമ്മി ആയിക്കണേ. ഓക്കെ. ഈ ക്രിസ്റ്റൊക്കെ എന്ത് പാട്? ക്രിസ്റ്റ അടിപൊളിയാണ്. 4 ക്രിസ്റ്റകളും നല്ല കിണ്ണ പോലത്തെ വണ്ടിയല്ലേ? ക്രിസ്റ്റകളൊക്കെ അടിപൊളിയാണ്. പിന്നെ നമുക്ക് ആൾട്ടോ കാറിന്റെ പൈസക്കൊക്കെ കുറവുള്ള അൾട്ടീസ് ഉണ്ട്, നിലവിൽ സ്റ്റോക്ക് ഉണ്ട്. ഓക്കെ. പിന്നെ ഓട്ടോമാറ്റിക് ഉണ്ട്, മാനുവൽ ഉണ്ട്, ഗ്രാൻഡ് വിറ്റാർ ഉണ്ട്. എന്തായാലും നമുക്ക് ഓരോ വണ്ടി ഇത് കാണിച്ചു കൊടുക്കാം. അപ്പൊ പ്രേക്ഷകരോട് എന്തെങ്കിലും നിങ്ങൾക്ക് പറയാനുണ്ടെങ്കിൽ പറഞ്ഞോളി. വണ്ടി ഹൈ ക്വാളിറ്റി വാഹനങ്ങളാണ്. ഇവിടെ വന്നിട്ട് വണ്ടി നിങ്ങൾക്ക് എല്ലാം ചെക്ക് ചെയ്തിട്ട് എടുത്താൽ മതി. ഷോറൂമിലോ ടെക്നിക്കലി മെക്കാനിക്കലി എവിടെ കൊണ്ടുപോയിട്ട് എല്ലാത്തിനും സർവീസും ചെയ്തിട്ടുണ്ട്. പിന്നെ മാത്രമല്ല ഹിസ്റ്ററിയും കാര്യങ്ങളെല്ലാം ഉണ്ട്, നിങ്ങൾക്ക് ചെയ്യാം. ഓക്കെ. അപ്പോ ഇത് എങ്ങനെയാണ് പ്രേക്ഷകരോട് ലൊക്കേഷൻ പറഞ്ഞു കൊടുക്കണ്ടേ? ഇത് ലൊക്കേഷൻ കറക്റ്റ് വരിക കുറ്റിപ്പുറം ടു നടുവട്ട എടപ്പാള് നമ്മൾ പോകുമ്പോ അതിന്റെ സെന്ററിൽ നമ്മുടെ കാവിൽപ്പടി എന്നാ പറയാ. ലാൻഡ്മാർക്ക് പറയുകയാണെങ്കിൽ കറക്റ്റ് ഇവിടെ ആയുർഗ്രീൻ ഹോസ്പിറ്റൽ ഉണ്ട്, ആയുർവേദത്തിന്റെ. പിന്നെ ഇവിടെ ടാറ്റന്റെ ഷോറൂം ഉണ്ട്. ഓക്കെ. അപ്പോ എന്തായാലും നിങ്ങളെ നമ്പർ വീഡിയോയിൽ കൊടുക്കുന്നുണ്ട്. അപ്പോ ആവശ്യക്കാർ അതിൽ വിളിച്ചോട്ടെ, നിങ്ങൾ ലൊക്കേഷന് അയച്ചു കൊടുത്താൽ മതി. അപ്പൊ നമ്മൾ കൂടുതൽ സംസാരിച്ച് ലാഗ് അടുപ്പിക്കേണ്ട, ഓരോ വണ്ടികളായിട്ട് നമുക്ക് കാണിച്ചു കൊടുക്കാം. പിന്നെ ആദ്യം നമുക്ക് ഒരു ഓട്ടോമാറ്റിക്കൽ തുടങ്ങാം. അപ്പൊ നേരെ വണ്ടിയിലേക്ക് പോവാം കേട്ടോ. ക്രിസ്റ്റലിൽ നിന്ന് തുടങ്ങാം. ഇത് എങ്ങനെയാണ് മോഡൽ വരുന്നത്? ഇത് 2016 സെറ്റ് ഓട്ടോമാറ്റിക് ആണ്. ഇത് 2 ലക്ഷം കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഇത് സ്റ്റേറ്റ് വണ്ടിയാണ്. NOC കൊടുക്കാം. NOC നമ്മൾ റേറ്റ് കൊടുക്കാം. റീപ്ലേസ് എന്തെങ്കിലും ഉണ്ടോ? റീപ്ലേസ് മെയിൻ ക്ലാസ് റീപ്ലേസർ ആണ്. ബാക്കി റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. വണ്ടി സർവീസ് ഹിസ്റ്ററി ഒക്കെ ഉണ്ടാവില്ല. ഓക്കെയാണ്, പക്കയാണ്. ഇപ്പൊ നിങ്ങൾക്ക് വേണ്ടി ടൊയോട്ടയുടെ ഷോറൂമിൽ കൊണ്ട് ചെക്ക് ചെയ്യിപ്പിക്കാം. പിന്നെ ഇപ്പൊ വേറെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് രീതിക്ക് നമുക്ക് മെക്കാനിക്കായിട്ടൊക്കെ നോക്കി ഫുൾ ഹിസ്റ്ററി എടുത്ത് കൊടുക്കാം, PDF ആയിട്ട്. അതെ, നോക്കാം. എല്ലാം നമുക്ക് സെൻഡ് ചെയ്ത് കൊടുക്കാം. അതിലൊന്നും പ്രശ്നങ്ങളില്ല. ഉള്ളതൊക്കെ പറഞ്ഞിട്ടുള്ള കച്ചവടമാണ്. പക്കയാണ്, കാര്യങ്ങളൊന്നും മറച്ചു വെക്കാനൊന്നും ഇല്ല. വണ്ടി ഹൈ ക്വാളിറ്റി ആണ്. അപ്പൊ ബ്രോ ഇത് എത്രയാണ് ആസ്ക്? NOC ചോദിക്കുന്നത്? അതെ, NOC പ്രൈസിൽ നമുക്ക് ഇതൊരു 12.5 കൊടുക്കാം. 12.50 കൊടുക്കല. വില എന്തെങ്കിലും കുറച്ച് കൊടുക്കൂലേ? നെഗോഷ്യബിൾ ആക്കാം. ഓക്കെ. വീണ്ടും ഇവിടെ ഒരു Z ഓട്ടോമാറ്റിക് ആണ്. Z ഏറ്റവും ടോപ്പ് ഓപ്ഷൻ ആണ് വരുന്നത്. ഇത് മോഡൽ എങ്ങനെ വരുന്നത്? ഇത് 2017 ലാസ്റ്റ് Z ഓട്ടോമാറ്റിക് ആണ് വണ്ടി. ഓക്കെ. 17 ലാസ്റ്റ്. ഓക്കെ. ഓട്ടോ ഒക്കെ എങ്ങനെ ഉണ്ടാവും? ഇത് 1.66 ഓടിക്കണ്. സിംഗിൾ ഓണർ വണ്ടിയാണ്. സിംഗിൾ ഓണർഷിപ്പ് ആണ്. എനിക്കോ ഇവിടെ നമ്പർ ആയി കഴിഞ്ഞാൽ രണ്ടാമത്തെ ഓണർഷിപ്പ് രണ്ടാമത്തതാവും. ഓക്കെ. ഇതിലെന്തെങ്കിലും റീപ്ലേസ് ഉണ്ടോ? ഇല്ല, ഇതിന് മെയിൻ ക്ലാസ് മുതൽ ഒന്നും റീപ്ലേസ്ഡ് അല്ല, ഒക്കെ കംപ്ലീറ്റ്ലി പക്കയാണ്. അതെ, ഒരു പ്രശ്നങ്ങളായിട്ട് എല്ലാം ഒറിജിനാലിറ്റി ആണ്. ഒരു റീപ്ലേസ് ഒന്നുമില്ല. മെയിൻ ക്ലാസ് പോലും റീപ്ലേസ് ഇല്ല. ആക്സിഡന്റ് ഹിസ്റ്ററി കാര്യങ്ങളൊന്നുമില്ല, ഒക്കെ പക്കയാണ്. ഇതിനും ഹിസ്റ്ററി അവൈലബിൾ ആണ്. ഹിസ്റ്ററി അവൈലബിൾ. നമ്മുടെ കയ്യിൽ PDF കാര്യങ്ങളും ഉണ്ട്. നിങ്ങൾക്ക് ആവശ്യക്കാർക്ക്
വേണമെങ്കിൽ PDF ആയിട്ട് അയച്ചു കൊടുക്കാം. അയച്ചു കൊടുക്കാം. ഇനിയിപ്പോ ടൊയോട്ടയുടെ ഷോറൂമിൽ കൊണ്ട് നിങ്ങൾക്ക് വണ്ടി ചെക്ക് ചെയ്യിപ്പിക്കാം. അങ്ങനെ ചെയ്യാം. അങ്ങനെ ചെയ്തിട്ട് നിങ്ങൾ മൊത്തത്തിൽ നോക്കിയെടുക്കാം. ഇവിടെ ഉണ്ടല്ലേ ഇവിടെ എടുത്ത് നമുക്ക് തൃശ്ശൂർ വരുന്നുണ്ട്, പട്ടാമ്പി ഉണ്ട്, കുന്നംകുളം ഉണ്ട്, തന്നെ തിരൂർ ഭാഗത്തൊക്കെ ആണെങ്കിൽ അവിടെ ഉണ്ട്. എല്ലായിടത്തും അവൈലബിൾ ആയിക്കാരം. ഓക്കെ, അവിടെ കൊണ്ടുപോയി ചെക്ക് ചെയ്യാം. അതെ, ചെക്ക് ചെയ്യിപ്പിക്കാം. അത്രയ്ക്ക് പക്ക വണ്ടികളാണല്ലേ? അതെ, പക്ക വണ്ടികളാണ്. ഓക്കെ, ഇത് ഓട്ടോ എത്ര ഉണ്ടാവും? ഇത് 1.66 ഓട്ടോ ഉണ്ട്. ജെനുവിൻ ഓട്ടോ ആയിരിക്കും. കിലോമീറ്റർ ഒക്കെ ജെനുവിനാണ്, അതിലൊന്നും വിഷയങ്ങളില്ല. പക്കാണ്. എത്രയാണ് ഇത് NOC ചോദിക്കുന്നത്? NOC നമ്മൾ ഇത് ചോദിക്കുന്നത് 15,30,000 രൂപ. അതെ, 15-30 നെഗോഷ്യബിൾ ആണ്. മാക്സിമം വില കുറച്ചു കൊടുക്കും. അതെ, നമുക്ക് പരമാവധി നമ്മളെ സർവീസ് അടിപൊളിയാക്കി തരും. ഇവിടെ ഇന്നോവ ക്രിസ്റ്റയിൽ മാനുവൽ വണ്ടിയാണ് നിങ്ങളെ കാണിക്കുന്നത്. എങ്ങനെയാണ് ഇത് മോഡൽ വരുന്നത്? ഇത് വരുന്നത് 2016 ആണ്. 2016 G4 വണ്ടിയാണ്. G4 ഓപ്ഷനിലാണ്. ഓട്ടോ എത്ര ഉണ്ടാവും? ഇത് 1.75 ഓട്ടോ ഉണ്ട്. വണ്ടി റീപ്ലേസ് ഉണ്ടോ? റീപ്ലേസ് മെയിൻ ഗ്ലാസ് റീപ്ലേസ്ഡ് ആണ്. മെയിൻ ഗ്ലാസ്, ബാക്കി റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഡിക്കും ഡോർ ഒന്നും റീപ്ലേസ്ഡ് അല്ല. ഇതും അതേപോലെ തന്നെ സർവീസ് ഹിസ്റ്ററി ഒക്കെ ഉണ്ടാവും. എല്ലാ വണ്ടിക്കും നമ്മളൊക്കെ ഉള്ള മിക്ക വണ്ടികൾക്കും പക്കയായിട്ട് ഹിസ്റ്ററിയും കാര്യങ്ങളും എല്ലാം കൊണ്ട് പെർഫെക്റ്റ് ആണ്, കുഴപ്പമൊന്നുമില്ല. അതെ. ഓക്കെ, അപ്പൊ ഇതിന് എങ്ങനെയാണ് NOC-ലാണ് നിങ്ങൾ ചോദിക്കുന്നത്? അതെ, NOC റേറ്റ് നമ്മൾ ചോദിക്കുന്നത്. NOC-ക്ക് നമുക്ക് ഈ വണ്ടി 10,400 കൊടുക്കാം. 10,25,000 രൂപയ്ക്ക് നമുക്ക് NOC റേറ്റിന് കൊടുക്കാം. ഓക്കെ, 2016 G4 ആണ് വണ്ടി. ആകെ ഓട്ടം കുറവല്ലേ ഇത്? അതെ, 1.75 ആണ് ഓട്ടം ഉള്ളത്. ഓക്കെ, കറക്റ്റ് ജെനുവിൻ ഓട്ടം ആണ്. ഓട്ടം ജെനുവിൻ ആണ്. ഇവിടെ ഒരു വൈറ്റ് കളറിൽ വരുന്ന ഒരു വണ്ടി, അതും മാനുവൽ വണ്ടിയാണ്. ഇത് എങ്ങനെയാണ് മോഡൽ വരുന്നത്? 2018 G4 ആണ്. G4 ആണ്. അതെ. ഓട്ടോ എത്ര ഉണ്ടാവും? ഇത് 1.84 ഓട്ടോ ഉണ്ട്. 1.84 ഓട്ടോ. സിംഗിൾ ഓണർ വണ്ടിയാണ്. ജെനുവിൻ ഓട്ടോ ആണ്. ഓട്ടം ജെനുവിൻ ആണ്. ഓക്കെ, സിംഗിൾ ഓണർഷിപ്പ് ആണ്. അതെ, സിംഗിൾ ഓണർഷിപ്പ്. ഇവിടെ നമ്പർ ആക്കിയാൽ രണ്ടാമത്തെ ഓണർ ആവും അല്ലെ? അതെ, നമ്പർ ആക്കിയാൽ രണ്ടാമത്തെ. ഓക്കെ, വേറെ എന്തെങ്കിലും റീപ്ലേസ് ഉണ്ടോ ഇതിൽ? ഇല്ല, ഇതിൽ കംപ്ലീറ്റ്ലി പക്കയാണ്. മെയിൻ ക്ലാസ് വരെ റീപ്ലേസ്ഡ് അല്ല, എല്ലാതും പക്കയാണ്, പെർഫെക്റ്റ് ആണ്. ഓക്കെ, ഇത് ഫുൾ ഒറിജിനാലിറ്റി ആണ്, ഒരു റീപ്ലേസ് ഇല്ല. നല്ല ഹൈ ക്വാളിറ്റി അലുവ കസ്റ്റം പോലത്തെ വണ്ടി അല്ലേ? അതെ. എത്ര കൊടുക്കാം ഇത്? ഇത് നമുക്ക് NOC റേറ്റിന് 12.75 കൊടുക്കാം. 12.75 കൊടുക്കാം. അപ്പോ ആവശ്യക്കാരുണ്ടെങ്കിൽ വന്ന് നോക്കിക്കോട്ടോ. ഗ്രാൻഡ് വിറ്റാറയാണ് നിങ്ങളെ കാണിക്കുന്നത്. ഇത് എങ്ങനെയാണ് ബ്രോ മോഡല് കാര്യങ്ങളൊക്കെ? ഇത് 2023 വാഹനമാണ്. ഇത് ഗ്രാൻഡ് വിറ്റാറ 2023 സ്മാർട്ട് ഹൈബ്രിഡ് വണ്ടിയാണ്. ഓക്കെ, എത്ര ഓടിയിട്ടുണ്ട്? ഇത് കിലോമീറ്റർ 29,000 റൺ ചെയ്തിട്ടുള്ളൂ. റീപ്ലേസ് എന്തെങ്കിലും ഒന്നുമില്ല, ഒക്കെ പക്ക. ഇത് സൺറൂഫ് വരാത്ത മോഡൽ, വരാത്ത വേരിയന്റ് ആണ്. ഓക്കെ, 2 കളറിൽ വരുന്ന ഒരു വാഹനമാണ്. ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ വരുന്ന ഒരു എഡിഷൻ ആണ്. ഓക്കെ, ഈ ഓട്ടം 29 ഓടിയിട്ടുള്ളൂ. അതെ, 29,000 കിലോമീറ്റർ. ഓണർഷിപ്പ് മാറിക്കണം. ഓണർഷിപ്പ് ഇപ്പൊ നിലവിൽ സെക്കൻഡ് ഓണർ ആണ് വണ്ടി ഉള്ളത്. ഇത് ഒറിജിനൽ കേരള വണ്ടിയാണ് കേട്ടോ, അതർ സ്റ്റേറ്റ് വണ്ടിയല്ല. ഇത് എങ്ങനെയാണ് ആസ്ക്? ഇത് ആസ്കിംഗ് പ്രൈസ് 15.25 ലക്ഷമാണ്. നമുക്ക് നെഗോഷ്യബിൾ ആക്കാം, എന്തെങ്കിലുമൊക്കെ സംസാരിച്ചിട്ട് വില കട്ടിയായിട്ട് കുറച്ച് തരും കേട്ടോ. ഇത് ചോദ്യം മാത്രമാണ്, 15.25 വില കട്ടിയായിട്ട് കുറയും. ആവശ്യക്കാരുണ്ടെങ്കിൽ വന്ന് നോക്കിക്കോട്ടോ. കിണ്ണം പോലത്തെ ബെൻസിന്റെ E250 ആണ്, ഈ ക്ലാസ് ആണ്. എങ്ങനെയാണ് മോഡൽ വരുന്നത്? ഇത് 2011 വാഹനമാണ്. ഇത് 56,000 കിലോമീറ്റർ. 2011? അതെ, 11. ഓക്കെ, ഓൾറെഡി നമ്പർ മാറിയ ഒരു വാഹനമാണ്. നല്ല അടിപൊളി ഫാൻസി നമ്പറാണ് വരുന്നത്. പറഞ്ഞോളൂ, എങ്ങനെയാണ് കാര്യങ്ങൾ? വണ്ടി 56,000 കിലോമീറ്റർ റൺ ചെയ്തിട്ടുള്ളൂ. ഈ 2011 വാഹനം ഈ ആകെ 56 ഓടിയിട്ടുള്ളൂ. അത് നമ്മൾ അവിടെ പോയിട്ട് വണ്ടി ഓട്ടം കുറവുള്ള വണ്ടി നമ്മള് അന്വേഷിച്ചെടുത്തിട്ട് സെറ്റ് ആക്കിയിട്ടതാണ്. അപ്പൊ ഇവിടെ ഓടിയിട്ടില്ല വണ്ടി? അവിടെ ഓടിക്കണം. ഇവിടെ ഒരു 2,000 കിലോമീറ്ററോളം റൺ ചെയ്തിട്ടുള്ളൂ. സർവീസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അത്രേ ഓടിയിട്ടുള്ളൂ. അതെ, ഓട്ടം കുറവാണ്, ജെനുവിൻ ആണ്. നിങ്ങൾക്ക് ബെൻസിന്റെ ഷോറൂമിൽ കൊണ്ടുപോയി ചെക്ക് ചെയ്യിപ്പിക്കാം. അതെ, ചെക്ക് ചെയ്യിപ്പിക്കാം. ഇത് ഓണർഷിപ്പ് എത്ര ആയിട്ടുണ്ടാവും? ഓണർഷിപ്പ് ഇപ്പൊ നിലവിൽ രണ്ടാമത്തേലാണ് എടുക്കുന്നത്. രണ്ടാമത്തെ ഓണർഷിപ്പ് ആണ് നിലവിൽ. ഓക്കെ, വണ്ടി വേറെ അപാകതയില്ല? ഇല്ലല്ലോ, ഒരു സീനും ഇല്ല. ഹൈ ക്വാളിറ്റി ആണ്, എല്ലാ ഭാഗം നോക്കാനും ഫിറ്റ് ആണ്. അതെ, പിന്നെ ഈ കളർ ലേശം എന്താണ് കസ്റ്റമേഴ്സ് താല്പര്യപ്പെടുന്ന കളറാണ്. നല്ലൊരു വെറൈറ്റി കളറാണ്. ഇത് എത്രയാണ് ആസ്ക്? ഇത് നമുക്ക് നമ്പർ ആയ വണ്ടിയാണ്. ഇത് നമുക്ക് ലാസ്റ്റ് ഒരു 11 ലക്ഷത്തിന് നമുക്ക് കൊടുക്കാം. 11 ലക്ഷത്തിന് കൊടുക്കാം. വെറും 56 കിലോമീറ്റർ ഓടി വണ്ടി. ഇവിടെ ഹ്യുണ്ടായിന്റെ ക്രെറ്റയിൽ ഓട്ടോമാറ്റിക് വണ്ടിയാണ് നിങ്ങളെ പരിചയപ്പെടുന്നത്. അതും ഡീസൽ ഏറ്റവും ടോപ്പ് എൻഡ് മോഡലാണ്. പുഷ് ബട്ടൺ സ്റ്റാർട്ട്, അലോയ്സ് കാര്യങ്ങളൊക്കെ വരുന്ന ഒരു വാഹനമാണ്.
എങ്ങനെയാണ് ഇത് മോഡൽ വരുന്നത്? ഇത് 2015 SX ഫുൾ ഓപ്ഷൻ ഡീസൽ ഓട്ടോമാറ്റിക് വാഹനമാണ്. ഇത് വെറും 69,000 കിലോമീറ്റർ റൺ ചെയ്തിട്ടുള്ളൂ. ഓട്ടം കുറവാണ്. ജെനുവിൻ ഓട്ടാണ്. അതെ, കിലോമീറ്റർ ഒക്കെ ജെനുവിൻ ആണ്. ഇതൊരു അതർ സ്റ്റേറ്റ് വാഹനമാണ്. അതർ സ്റ്റേറ്റ് വാഹനമാണ്. ഒരു റീപ്ലേസ് ഒന്നുമില്ല. പറയാൻ മാത്രം റീപ്ലേസും കാര്യങ്ങളും ഒരു മെയിൻ ക്ലാസ് പോലും റീപ്ലേസ് ഇല്ല. എല്ലാ ഭാഗം ഫിറ്റ് ആണ്. ഒന്നും നോക്കാനില്ല. എവിടെ കൊണ്ടുപോയിട്ട് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. വാഹനം ഓട്ടം കുറവുള്ള ഒരു വാഹനം കൂടിയാണ്. എങ്ങനെയാണ് ഇത് നിങ്ങൾ കൊടുക്കുക? NOC യിലാണ് നമുക്ക് ഇത് NOC റേറ്റില് 6,40,000 രൂപക്ക് 6,40,000 NOC നമുക്ക് കൊടുക്കല്ലേ? കേരള ഇന്നോവ ചെറിയ ബഡ്ജറ്റിൽ കിട്ടും കേട്ടോ. 2000 എത്ര മോഡലാണ്? ഇത് 2009 വാഹനമാണ്. കമ്പനിന്ന് വന്ന പോലെ തന്നെയാണ് ഉള്ളത്. ടൈപ്പ് 4ലേക്ക് കൺവേർട്ട് ഒന്നും ആക്കിയിട്ടില്ല. ഷോറൂമിൽ നിന്ന് എങ്ങനെയാണ് ഇറങ്ങിയിട്ടുള്ളത്? അതേ ക്വാളിറ്റിയിലാണ്. വണ്ടി എത്ര ഓടിയിട്ടുണ്ട്? ഇത് വെറും 1,62,000 ഓട്ടം കിലോമീറ്റർ ഉള്ളൂ റൺ ചെയ്തിട്ടുള്ളൂ. പിന്നെ ഇതിനിപ്പോ പറയാൻ മാത്രം ഒക്കെ കമ്പനി ഹിസ്റ്ററി, കമ്പനി സർവീസ് എല്ലാം പക്കയാണ്. മെയിൻ ക്ലാസ് മാത്രം റീപ്ലേസ്ഡ് ഉണ്ട്. ബാക്കി എല്ലാം ഓക്കെയാണ്. എല്ലാം കൊണ്ട് പെർഫെക്റ്റ് ആണ്. അതെ, പെർഫെക്റ്റ് ആണ്. ഒന്നും നോക്കാനില്ല. അടിച്ചുപിടിച്ച് കൊണ്ടുപോവാ. അതിപ്പോ യോക്കോമോന്റെ പുതിയ 4 ടയർ ഇട്ടിക്കണ്. യോക്കോമോന്റെ ടയർ. അതെ അതെ, 4 എല്ലാം സെറ്റപ്പ് ഉള്ള ഒരു വാഹനമാണ്. അതെ, പുതിയ ടയറാണ്. മെക്കാനിക് ഒക്കെ എന്ത് പാട്? മെക്കാനിക്കൽ എല്ലാ കണ്ടീഷനിലൊക്കെ ഓക്കെയാണ്. ഇപ്പൊ 1.60 ഓടിക്കുന്ന വണ്ടി, 1.50 ഇപ്പോ ഇത് ഷോറൂം കയറ്റി ഇറക്കിയ വണ്ടിയാണ്. ബാഡ്ജും കാര്യങ്ങളൊക്കെ ഉണ്ട്. അമാനോ ടൊയോട്ടയിൽ കയറ്റി ചെക്ക് ചെയ്ത വണ്ടിയാണ്. ഇത് ഞമ്മക്കിത് ഇത് ഞമ്മക്ക് ഇതിന്റെ റേറ്റ് എന്ന് പറഞ്ഞത് സർപ്രൈസ് ആണ്. വിളിക്കട്ടല്ലേ? അതെ, നിങ്ങള് വിളിക്ക്. ഇതിന് ലേശം നമുക്ക് നല്ല രീതിക്ക് നമുക്ക് കുറച്ച് കൊടുക്കാം. കേരള വണ്ടി. അപ്പോ ആരെങ്കിലും വിളിക്കുകയാണെങ്കിൽ ഇതിന്റെ പ്രൈസ് പറഞ്ഞു തരും കേട്ടോ. ഇവിടെ വോക്സ്വാഗന്റെ വെന്റോ ഓട്ടോമാറ്റിക് വണ്ടിയാണ് നിങ്ങളെ കാണിക്കുന്നത്. പെട്രോൾ ഓട്ടോമാറ്റിക് ആണ്. എങ്ങനെയാണ് ബ്രോ ഇത് മോഡലൊക്കെ? ഇത് 2015-16 വണ്ടിയാണ്. ഇത് വെറും 85,000 കിലോമീറ്റർ റൺ ചെയ്തിട്ടുള്ളൂ. അത്ര ഓടിയിട്ടുള്ളൂ. ഓണർഷിപ്പ് ഇപ്പോ നിലവിൽ സെക്കൻഡ് ആണ്. ഇതൊരു ഡോക്ടർ യൂസ് ചെയ്ത വണ്ടിയാണ്. അതെ, ഡോക്ടർ യൂസ് ചെയ്ത വണ്ടിയാണ്. വണ്ടി റീപ്ലേസ് കാര്യങ്ങൾ ഇല്ല, ഒന്നും റീപ്ലേസ് അല്ല. ഒക്കെ കമ്പനി സർവീസ്, ഒക്കെ പക്ക ഗ്ലാസ് വരെ ഓക്കെ. നിലവിൽ കണ്ടീഷൻ കാര്യങ്ങളൊക്കെ നിലവിലൊക്കെ ഓക്കെയാണ്. മിയാമിയാണ്. അതെ, മിയാമിയാണ്. എത്ര ടാസ്ക്? ഇത് നമുക്ക് 4,75,000 രൂപക്ക് ഇത് കൊടുക്കാം. 4,75,000 85,000 കിലോമീറ്റർ. അതും 2015 മോഡല് 16 റൈസനായിട്ടുള്ള ഓട്ടോമാറ്റിക് പെട്രോൾ വണ്ടിയാണ്. പെട്രോൾ TSI കൊടുക്കാം. ഇത് ഓപ്ഷൻ വരുന്നത് ഹൈലൈൻ. അത് ഹൈലൈൻ ആണ് വരുന്നത്. ഇവിടെ ചെറിയ പൈസക്ക് ഒരു റിഡ്സ് പെട്രോൾ വാഹനമാണ് നിങ്ങൾ കാണിക്കുന്നത്. ബ്രോ എങ്ങനെയാണ് മോഡൽ വരുന്നത്? ഇത് 2013 സെക്കൻഡ് ഓണർ വണ്ടിയാണ്. ഇത് പെട്രോൾ ആണ് റിഡ്സ്. ഓപ്ഷന് LXI ആണ്. വണ്ടി മേജർ എന്തെങ്കിലും തട്ടുമുട്ട്? മേജർ ആയിട്ട് ഒന്നുമില്ല. മൈനർ ആയിട്ട് ചെറിയ പോർഷൻസിലൊക്കെ ആയിട്ട് അവിടെ ഇവിടെ ഒക്കെ ഉണ്ട്. മെയിൻ ഗ്ലാസ് റീപ്ലേസ്ഡ് ആണ്. വേറെ അപാകതയില്ല. ഇല്ല, പറയാൻ മാത്രം അപാകത ഒന്നുമില്ല. ഒരു കസ്റ്റമറിന് വിശ്വസിച്ച് എടുക്കാൻ പറ്റിയ ഒരു വാഹനമാണ്. അത് എടുക്കാം. പിന്നെ നിങ്ങൾക്ക് ടെക്നിക്കലി നോക്കാം, മെക്കാനിക്കലി നോക്കാം. എല്ലാ രീതിക്കും നമുക്ക് ടെസ്റ്റ് ചെയ്തിട്ട് നമുക്ക് നോക്കാം. എവിടെ ഫുള്ള് എല്ലാ ഭാഗം ചെക്ക് ചെയ്തിട്ട് മാത്രം എടുത്താൽ മതി. ഇതിന് എത്ര ആസ്ക്? ഇത് നമ്മൾ ഈ ഒരു കണ്ടീഷനിൽ ഈ വാഹനം നമ്മൾ 1,75,000 രൂപ കൊടുക്കാം. 1,75,000 രൂപക്ക് ഈ വണ്ടി തരും. ഇതിപ്പോ നിലവില് മെക്കാനിക് പരമായിട്ട് എന്തൊക്കെ ചെയ്യാനുണ്ടോ? ഇതിന് നിലവിലിപ്പോ വലിയ രീതിക്കൊന്നുമില്ല. ചെറുതായിട്ട് ക്ലച്ച് എന്ന രീതിക്കൊക്കെ ഓരോന്ന് ക്ലച്ച് ഒക്കെ മാറ്റേണ്ട ഉണ്ടാവും. അതാണ് ഇത്ര നമ്മൾ കുറച്ച് ബഡ്ജറ്റ് കുറച്ചിട്ട് കൊടുത്തത്. അതെ. അപ്പൊ ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽ അറിയാൻ ഈ വീഡിയോയിലുള്ള നമ്പറിൽ ഒന്ന് വിളിച്ച് ചോദിച്ചോ. കിണ്ണം പോലത്തെ ബെൻസിന്റെ C250 അല്ലേ? അതെ, സി ക്ലാസ്. എങ്ങനെയാണ് ഇത് കാര്യങ്ങള്? ഇത് 2011 വാഹനമാണ്. അതർ സ്റ്റേറ്റ് വണ്ടിയാണ്. ഇല്ല, നമ്പർ ആയിട്ടില്ല. UP വണ്ടിയാണ്. ഇതിന് മെയിൻ ഏത് ജില്ലക്ക് വേണമെങ്കിൽ ഏതിലേക്ക് വേണമെങ്കിലും നമ്മൾ നമ്പർ ആക്കി കൊടുക്കാം. ഇപ്പൊ ഒരു കാസർഗോഡ് എടുക്കുകയാണെങ്കിൽ KL14 മാറ്റി കൊടുക്കാം. എങ്ങനെയാണ് ഓട്ടം കാര്യങ്ങളൊക്കെ? ഇത് വെറും 93,000 കിലോമീറ്റർ റൺ ചെയ്തിട്ടുള്ളൂ. പിന്നെ സീറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ എക്സ്ട്രാ ഇപ്പോ കുറച്ച് ലക്ഷറി സീറ്റ് ഒക്കെ നമ്മളത് കൺവേർട്ട് ചെയ്ത എന്താ ചെയ്യലല്ലേ? ലക്ഷറി സീറ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ലക്ഷറി വാഹനല്ലേ ഇത്? അതെ, വണ്ടി കിലോമീറ്റർ ജെനുവിൻ കിലോമീറ്റർ ആണ്. തിരിച്ചു മറിച്ചല്ല, ഇതിമലൊക്കെ പക്കാണ്. ഇതൊക്കെ ഹിസ്റ്ററി ഉണ്ടാവും. അത് ഹിസ്റ്ററി ഉണ്ട്, എല്ലാത്തിന്റെ ഹിസ്റ്ററി ഉണ്ടല്ലോ. മോഡൽ വരുന്ന 2011 വാഹനമാണ്. എത്ര NOC നിങ്ങൾ? NOC നമുക്ക് ഈ വാഹനത്തിന് വർക്ക് ഇടിപ്പിച്ച വണ്ടി നമുക്ക് 7,75,000 രൂപയ്ക്ക് നമുക്ക് ഇത് കൊടുക്കാം. ഇവിടെ ആൾട്ടോ കാറിന്റെ പൈസക്ക് ഒരു ആഡംബര കാറാണ്. ടൊയോറ്റന്റെ കൊറോള അൾട്ടീസ് ആണ്. എങ്ങനെയാണ് ബ്രോ ഒരു മോഡൽ? ഇത് 2011 മോഡൽ വാഹനമാണ്.
ഓട്ടോമാറ്റിക്. അതെ, പെട്രോൾ ഓട്ടോമാറ്റിക്കലി 2010 വരുന്നതിൽ ഒരു റയർ പീസ് അല്ല? അതെ അതെ, അതിൽ വരുന്ന റയർ പീസ്, അതായത് ക്രൂയിസ് കൺട്രോൾ ഒക്കെ വരുന്ന ടൈപ്പാണ്. ഓക്കെ. ഇത് റീപ്ലേസ്മെന്റോ കാര്യങ്ങളോ ഒന്നും വണ്ടിക്കില്ല. പക്ഷെ മെയിൻ ആയിട്ട് ഈ ബമ്പറും കുറച്ച് കാര്യങ്ങൾ കുറച്ച് ടച്ചപ്പ് ഉണ്ട്. കുറച്ച് ടച്ചപ്പ് പാച്ച് വർക്ക് എല്ലാം ആക്കാനുണ്ട്. നമ്മൾ വണ്ടി വർക്കിന് കയറ്റിയിട്ടില്ല. അത് നിങ്ങൾ ചെയ്തു കൊടുക്കുക, അല്ല എടുക്കുന്ന ആള് ചെയ്യണം. നമുക്ക് ഈ ഒരു കണ്ടീഷനിലാണെങ്കിൽ വില കുറച്ച് കൊടുക്കാം. അതെ, വില കുറച്ച് കൊടുക്കാം. ഇത് എത്ര ഓടി? ഇത് വെറും 73,000 കിലോമീറ്റർ റൺ ചെയ്തിട്ടുള്ളൂ. അതെ, ഓട്ടം കുറവാണ്. 2010-11 വാഹനം നമ്മൾ അവിടുന്ന് കറക്റ്റ് ഓട്ടം കുറവുള്ള വാഹനം നമ്മൾ തപ്പി പിടിച്ചിട്ട് കൊണ്ടുവന്നതാണ്. അതല്ല, ഓട്ടം കറക്റ്റ് ഹിസ്റ്ററി ജെനുവിൻ ആണ്, നമ്മളെ കയ്യിലുണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെക്ക് ചെയ്യിപ്പിക്കാം. വണ്ടി എവിടെയെങ്കിലും കൊണ്ടുപോയപ്പോ അതിനുള്ള സംവിധാനങ്ങളൊക്കെ ഇറങ്ങിക്കണി, മെഷീനും കാര്യങ്ങളൊക്കെ ഉണ്ട്. സ്കാൻ ചെയ്ത് നമുക്ക് അറിയാൻ പറ്റും. ഇത് എത്ര ആസ്ക്? ഇത് ആസ്കിംഗ് പ്രൈസ് നമുക്ക് ഈ കണ്ടീഷനിൽ ഈ വണ്ടി നമുക്ക് 2,65,000 രൂപയ്ക്ക് NOC പ്രൈസിൽ കൊടുക്കാം. NOC കൊടുക്കാം. അപ്പൊ കേരള നമ്പർ, പേപ്പർ കാര്യങ്ങളൊക്കെ പിന്നെ എടുക്കുന്ന ആൾ ചെയ്യേണ്ടി വരും. അതെ അതെ, 350 ആണ്. ഇത് ഓൾറെഡി ഇപ്പൊ നമ്പർ ആയ വണ്ടിയാണല്ലേ? അതെ, നമ്പറായ വണ്ടി. എങ്ങനെയാണ് കാര്യങ്ങളൊന്ന് പറഞ്ഞു കൊടുത്താൽ ഈ പ്രാവശ്യം? 2014 വണ്ടിയാണ്. 2014 വണ്ടി ML 350 ആണ്. എത്ര ഓടിയിട്ടുണ്ട്? ഇത് ഓട്ടം 85,000 കിലോമീറ്റർ എണ്ണ ചെയ്തിട്ടുള്ളൂ. അത്ര ഓടിയിട്ടുള്ളൂ? ഓട്ടം അത്രേ ഉള്ളൂ. ജെനുവിൻ ഓട്ടോ? അതെ, ജെനുവിൻ ഓട്ടമാണ്, കുഴപ്പമൊന്നുമില്ല. വണ്ടി ഓക്കെയാണ്. വണ്ടി എല്ലാം കൊണ്ടും ഹൈ ക്വാളിറ്റി ആണ്. അതെ, ക്വാളിറ്റി ആണ്. ടയർ 4 പുതിയ ടയറാണ്. വേറെ എന്തെങ്കിലും അഡീഷണൽ ഫിറ്റ് കയറിയാ? ഇല്ലല്ലോ, അഡീഷണൽ ഫിറ്റ് ഇല്ല. അഡീഷണൽ ഫിറ്റ് അതിന് മാത്രം വണ്ടി അതിലുള്ള എല്ലാ ഫീച്ചേഴ്സും ഇതിൽ കാര്യങ്ങളൊക്കെ എല്ലാം വരുന്നതാണ്. കണ്ടീഷൻ നമ്മളത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്. അങ്ങനെ തന്നെയാണ്. ഉള്ളിൽ നല്ല ക്വാളിറ്റി സീറ്റ് കവർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ അത്യാവശ്യം ഓടാനുള്ള കട്ടയുള്ള ടയർ ഉണ്ട്. അതെ, പുതിയ ടയറാണ്. 4 പുതിയ ടയറാണ്. 90% ടയർ ഉണ്ട്. അതെ, ഇൻഷുറൻസ് ഒക്കെ ഓൾറെഡി പുതിയത് അവൈലബിൾ ആണല്ലോ? എല്ലാം അവൈലബിൾ ആണ്. എത്ര ആസ്ക്? ഇത് നമ്പറായ വണ്ടിയാണ്. ഇത് നമ്മൾ 19,99,999 രൂപ. അതെ, കറക്റ്റ് രൂപ കുറച്ച് റൗണ്ട് ആക്കി 999. ഓക്കെ, 20ന്റെ കുറച്ച് താഴത്ത് വരുമല്ലോ? അതെ അതെ, 20ന്റെ താഴത്ത് വരും. ഓക്കെ. അപ്പൊ ഇത് ചോദിക്കണ വിലയല്ല, നിങ്ങൾ വില കുറച്ച് കൊടുക്കും? അതെ അതെ, നമുക്ക് ചില്ലറ എന്തെങ്കിലുമൊക്കെ നമുക്ക് നെഗോഷ്യബിൾ സ്വന്തമാക്കാൻ പറ്റിയ നല്ല ക്വാളിറ്റി വണ്ടി. അതെ അതെ, ഒന്നും പറയാം അല്ല? വണ്ടി എന്ത് പാട്? ഇത് വണ്ടി കുഴപ്പമില്ല, അടിപൊളി വണ്ടിയാണ്. മോഡൽ എത്ര വരുന്നത്? 2012 വണ്ടിയാണ്. ഇത് റീപ്ലേസ്മെന്റോ കാര്യങ്ങളോ ഒന്നുമില്ല. ഒരു സാധനം മാറിയില്ല? റീപ്ലേസ്മെന്റ് വണ്ടിയാണ്, നമ്പർ മാറിയ വണ്ടിയാണ്. അതെ, ഇതൊരു 2-3 കൊല്ലം മുന്നേ നമ്പർ ആയ വണ്ടിയാണ്. ഓക്കെ. ഇതുവരെ മെയിൻ ക്ലാസ് പോലും റീപ്ലേസ് അല്ല, അതിലും നോക്കിയാൽ അറിയാം. ഏതാ ഓപ്ഷൻ പിന്നെ? ഇത് J ആണ് ഓപ്ഷൻ. ബേസ് ആണ്, മാനുവൽ ആണ്. ഓക്കെ. എത്ര ആസ്ക്? ഇത് നമുക്ക് 1,74,000 കിലോമീറ്റർ റൺ ചെയ്ത വാഹനമാണ്. ഇത് നമുക്ക് എന്താണ്, ഇത് കിലോമീറ്റർ ഒക്കെ കറക്റ്റ് ആണോ? അതൊക്കെ പക്കയാണ്. നമുക്ക് ഈ വാഹനം നമുക്ക് എന്താണ് 3,40,000 രൂപക്ക് കൊടുക്കാം. 3,45 നിങ്ങൾ ചോദിക്കുന്നത്? 3,45 നമുക്ക് കൊടുക്കാം. നെഗോഷ്യബിൾ ആണ്. മാക്സിമം വില പൊട്ടിച്ചു കൊടുക്കും. അതെ, പൊട്ടിച്ചു കൊടുക്കും. ഓക്കെ. അപ്പൊ വാങ്ങാൻ വിളിച്ചോ. ഇവിടെ ഒരു ബെൻസിന്റെ വണ്ടി കൂടി കാണിച്ചിട്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. ഇവിടെ കാണിച്ച ഏതെങ്കിലും ഒരു വാഹനങ്ങൾ നിങ്ങൾക്ക് എടുക്കാനോ അതിന്റെ ഡീറ്റെയിൽ കാര്യങ്ങൾ ലൊക്കേഷനൊക്കെ അറിയാൻ വീഡിയോയിൽ നമ്പർ ഉണ്ട്, അതിൽ വിളിച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഇതിനെപ്പറ്റി കൂടുതൽ ഡീറ്റെയിൽ ഒക്കെ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഇവിടെ ഏകദേശം ഒട്ടുമിക്ക വാഹനങ്ങൾ കറക്റ്റ് സർവീസ് ഹിസ്റ്ററിയൊക്കെ ഉള്ള വാഹനങ്ങളാണ്. നിങ്ങൾക്ക് ഇവിടെ ചെക്ക് ചെയ്യണമെങ്കിൽ ഇവിടെ അടുത്ത് തന്നെ ഷോറൂം ഒക്കെ ഉണ്ട് കേട്ടോ. ടൊയോട്ടന്റെ ഷോറൂം ഒന്നും കുറെ ലോങ് ഒന്നും പോകേണ്ട ആവശ്യമില്ല. അപ്പോ ബ്രോ, ഇത് എങ്ങനെയാണ് ഒന്ന് പറഞ്ഞു കൊടുക്കും? ഇത് ബെൻസ് B200. ബെൻസ് B200 എന്നാണ് വാഹനത്തിന്റെ പേര്. ഇത് ബെൻസ് സെഗ്മെന്റിൽ തന്നെ ഏറ്റവും മൈലേജ് കിട്ടുന്ന ഒരു വാഹനമാണ്. ഇതൊരു ഡീസലാണ്. എബോ ഒരു 18ന്റെ മേലെ 20 ഒക്കെ മൈലേജ് കിട്ടും. അതെ. ഓക്കെ. എത്ര ഓടി വണ്ടി? ഇത് 98,500 കിലോമീറ്റർ റൺ ചെയ്തിരിക്കണേ. ഇത് 2015 വാഹനമാണ്. ഇത് മെയിൻ ആയിട്ട് റീപ്ലേസ്മെന്റോ കാര്യങ്ങളോ ഒന്നുമില്ല. അവിടുന്ന് ഇത് അതർ സ്റ്റേറ്റ് വണ്ടി നമ്പർ ആയ വാഹനമാണ്. 54 പൊന്നാനി വിത്ത് ഫാൻസി നമ്പർ നമ്മൾ ചെയ്തിക്കണേ. എത്രയാണ് ആസ്ക്? ഇത് ഈ വാഹനം നമുക്ക് നമ്പർ ആയ വണ്ടിക്ക് നമുക്ക് 17,15,000 രൂപ കൊടുക്കാം. 17,15 കൊടുക്കാം. വില കുറച്ച് കൊടുക്കൂല? വില നമുക്ക് ഒന്നും കൂടി ഒന്ന് നെഗോഷ്യബിൾ ആക്കാം. അതെ, നിങ്ങൾ ബന്ധപ്പെടുക. ഓക്കെ. അപ്പൊ ആവശ്യക്കാരുണ്ടെങ്കിൽ വന്ന് നോക്കിക്കോട്ടോ. അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ഗുഡ് ബൈ. ഓക്കെ, ശരി.